തിരുവനന്തപുരം നഗരഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്, നഗരഹൃദയം എന്ന് തന്നെ പറയാം, വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് ഒരു നിയമസഭാ മണ്ഡലമാണ്. പഴയ തിരുവനന്തപുരം നോർത്താണ്. തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് വരുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് പ്രധാനമായിട്ടും തിരുവനന്തപുരവും കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം ഇങ്ങനെ പോവുകയാണ്. ഇതില് ലോക്സഭാ തെരഞ്ഞെടുപ്പില് BJPക്കുണ്ടായ മുന്നേറ്റം കണക്കിലെടുക്കുന്ന നാൾ മുതൽ തന്നെ വട്ടിയൂർക്കാവ് കൂടുതൽ ജനശ്രദ്ധ നേടിയിരിക്കുന്ന ഒരിടമായി തീർന്നിരിക്കുകയാണ്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തില് ഇത് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നായി മാറി. ഒരു സ്റ്റാർ മണ്ഡലമായിട്ട് ഇപ്പോൾ മാറാൻ പോവുകയാണ്. ഈ BJP അവിടെ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. 35,000-നും 40,000-നും ഇടയ്ക്ക് വോട്ട് വിഹിതം നേടാൻ കഴിഞ്ഞ, തദ്ദേശ പോരാട്ടത്തിൽ നേടാൻ കഴിഞ്ഞ ഒരു നിയമസഭാ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അതുകൊണ്ട് BJP വിജയസാധ്യത ഉറപ്പിക്കുകയാണ്. 34 മണ്ഡലങ്ങളിൽ ഒന്നാണ്. 34 മണ്ഡലങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ നേമത്തിന്റെ പ്രാധാന്യം തന്നെയാണ് വട്ടിയൂർക്കാവിന് കൊടുക്കുന്നത്. വട്ടിയൂർക്കാവില് മുമ്പ് K മുരളീധരനായിരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലം രൂപീകൃതമായതിനു ശേഷം K മുരളീധരൻ വിജയിച്ചു കോൺഗ്രസിൽ നിന്ന്. K മുരളീധരൻ ആ മണ്ഡലത്തെ കൈവെള്ളയിൽ കൊണ്ടു നടന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ വടകരയിലേക്ക് വണ്ടി കയറ്റി വിട്ടത്. വടകരയിൽ നിന്ന് നമുക്കറിയാം, പിന്നീട് അദ്ദേഹം നേമത്ത് കൊണ്ടുവന്നു, പിന്നെ തിരിച്ച് വടകരയിൽ പോകുന്നു, വടകരയിൽ നിന്ന് തൃശ്ശൂർ പോകുന്നു, തെക്കും വടക്കും ഇട്ട് അദ്ദേഹത്തെ ഓടിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള K മുരളീധരൻ ഇപ്പോൾ വട്ടിയൂർക്കാവ് ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ അമരക്കാരനായി നിന്ന് കോൺഗ്രസിനെ 10 സീറ്റിൽ നിന്ന് 19 സീറ്റിൽ എത്തിച്ചതിന്റെ ഒരു പ്രധാന വിജയശില്പി എന്ന് പറയുന്നത് K മുരളീധരൻ തന്നെയാണ്. K മുരളീധരൻ ഇപ്പോൾ വട്ടിയൂർക്കാവിൽ മത്സരിക്കും എന്നാണ് അറിയുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോഴത്തെ MLA ആയ VK പ്രശാന്ത് മേയറായിരിക്കുന്ന സമയത്താണ് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പില്, അതായത് മുരളീധരൻ വടകരയ്ക്ക് പോയ സമയത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പില് VK പ്രശാന്ത് വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നോക്കണേ, ഈ കോൺഗ്രസ്സുകാർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് അതാണ്. കയ്യിലിരുന്ന ഒരു മണ്ഡലം കൊണ്ടുപോയി തൊലച്ചു കൊടുത്തു. ആ VK പ്രശാന്ത് അന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു. പിന്നെ അത് കഴിഞ്ഞ് 2021-ലും വിജയം ആവർത്തിച്ചു എന്നുള്ളതാണ്. തലസ്ഥാനത്തിന് ഒരു മേയർ എന്നുള്ള പദവിയിൽ വളരെ ജനകീയനായി മാറി. മേയർ ബ്രോ എന്നുള്ള ഒരു പേര് സമ്പാദിച്ചുകൊണ്ട് യുവജനങ്ങൾക്കിടയിൽ ഒരു വലിയ ഹരമായി മാറുകയാണ് VK പ്രശാന്ത്. അങ്ങനെ പ്രത്യേകിച്ച് പ്രളയ സമയത്തൊക്കെ അദ്ദേഹത്തിനും കോർപ്പറേഷനിൽ നിന്നും ഉണ്ടായിട്ടുള്ള വലിയ സഹായ ഹസ്തങ്ങളും ആ പ്രവർത്തന രീതികളും യുവജനതയെ മുഴുവൻ അതിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് യുവജനങ്ങളുടെ ഇടയിൽ വലിയൊരു ആവേശമായി മാറാൻ കഴിഞ്ഞത്. ആ ആവേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും പാർട്ടി VK പ്രശാന്തിനെ തന്നെ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഇറക്കാൻ പോകുന്നത്. കാരണം പ്രശാന്തിന് 2 ടേം പൂർത്തിയായിട്ടില്ല. ആദ്യത്തെ ഇതനുസരിച്ച് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 വർഷമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് 2 ടേം പൂർത്തിയായിട്ടില്ല. പിന്നീട് 2021-ല് ഇപ്പോൾ VK പ്രശാന്തും വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലവും വളരെ പേരെടുത്തു കഴിഞ്ഞു. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന ഒരു കോർപ്പറേഷന്റെ ഒരു വാർഡാണ് ശാസ്തമംഗലം. ആ വാർഡിൽ നിന്നാണ് BJPയുടെ ശ്രീലേഖ IPS വിജയിച്ചു വന്നിരിക്കുന്നത്. ശ്രീലേഖ തിരുവനന്തപുരത്തിന്റെ മേയറാകും എന്നൊക്കെ ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു. ആ കണക്കുകൂട്ടലൊക്കെ തന്നെ തെറ്റിപ്പോവുകയും ചെയ്തു. ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാക്കി മാറ്റും, നിയമസഭാ സ്ഥാനാർത്ഥിയാക്കി മാറ്റും എന്നാണ് ഒരു പിന്നാമ്പുറ വർത്തമാനമുള്ളത്. പക്ഷേ ആ പേര് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ നോക്കേണ്ടത് വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന BJPക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നടൻ കൃഷ്ണകുമാറിനെ എന്താണ് തള്ളിക്കളയുന്നതെന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം കൃഷ്ണകുമാർ കഴിഞ്ഞ 2 വർഷമായിട്ട് വട്ടിയൂർക്കാവിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ എത്തുക, അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകളിലെ, അവിടുത്തെ കുടുംബ സംഗമങ്ങളിലെ, അവിടുത്തെ മറ്റ് സാംസ്കാരിക കാര്യങ്ങളിലെ
എല്ലായിടത്തും കൃഷ്ണകുമാറിന്റെ സാന്നിധ്യമുണ്ട്. സുരേഷ് ഗോപി 2000 മുതൽ 2019 ശേഷം എങ്ങനെയാണ് തൃശ്ശൂരിൽ ആ മണ്ഡലത്തിനകത്ത് പാർലമെന്റ് മണ്ഡലത്തിൽ ഇൻവോൾവ് ആയി നിന്നത്, അതിനപ്പുറം ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് കൃഷ്ണകുമാർ. അദ്ദേഹത്തിന് പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്, വളരെ ജനകീയനാണ്. അദ്ദേഹം ടെലിവിഷൻ രംഗത്തും ചലച്ചിത്ര രംഗത്തും നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീജനങ്ങളുടെ കൂടുതൽ വോട്ട് സമ്പാദിക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക്. അതുകൊണ്ട് കൃഷ്ണകുമാർ തന്നെ വട്ടിയൂർക്കാവിൽ മത്സരിക്കണം. ശ്രീലേഖയെ നമ്മൾ കൊച്ചാക്കി കാണുകയല്ല, തരം താഴ്ത്തുകയല്ല. ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം ഒരു കോർപ്പറേഷൻ കൗൺസിലറായിട്ടിരിക്കേണ്ട ആളല്ല. BJP ശ്രീലേഖയ്ക്ക് മറ്റുയർന്ന സ്ഥാനങ്ങൾ നൽകണം. വനിതാ കമ്മീഷൻ അധ്യക്ഷ, അങ്ങനെ അത്തരത്തിലുള്ള പദവികളിലേക്ക് തന്നെ പോകണം. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആയാൽ എന്താ കുഴപ്പം? ശ്രീലേഖയുടെ പ്രൊഫൈൽ അത്തരത്തിലാണ്. ഇപ്പം കൃഷ്ണകുമാർ ഇറങ്ങി പ്രവർത്തിക്കുന്നത് പോലെ, ജനകീയനായി നിൽക്കുന്നത് പോലെ ഒരുപക്ഷെ ശ്രീലേഖയ്ക്ക് കഴിയത്തില്ല. ശ്രീലേഖയ്ക്ക് ജനമനസ്സിൽ ഒരു ഇടമുണ്ട്, അത് വേറൊരു പ്രൊഫൈലാണ്. തിരുവനന്തപുരത്തെ ജനങ്ങള് ശ്രീലേഖ മേയർ ആകണമെന്നൊക്കെ ഒന്ന് ആഗ്രഹിച്ചു. കാര്യം എന്താണ്? ഞങ്ങളുടെ മേയർ എന്ന് പറയുന്നത് ശ്രീലേഖ IPS ആണ്, അത് ഹൈലി ക്വാളിഫൈഡ് എന്നുള്ള രീതിയിലാണ്. ഈ ശശി തരൂരിനെ പലവട്ടമായിട്ടും തിരുവനന്തപുരത്തുകാർ വിജയിപ്പിച്ചു കൊണ്ടിരുന്നതിന്റെ കാര്യം എന്താണ്? തരൂരിന്റെ തിരുവനന്തപുരത്തിന് വേണ്ടി എന്തെങ്കിലും വാരിക്കോരി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് തരൂർ എന്ന് പറയുന്ന വിശ്വപൗരൻ, തരൂരിന്റെ പ്രൊഫൈൽ അത്തരത്തിലുള്ള ഒന്നാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തുകാര് ഇത്രയും വലിയ ഒരു മനുഷ്യനാണല്ലോ ഞങ്ങളുടെ MP എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ശ്രീലേഖ IPSനെയും തിരുവനന്തപുരത്തിന്റെ മേയറായി കാണാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ശ്രീലേഖയുടേതായ റൂട്ടിലൂടെ കൊണ്ടുപോകാൻ BJP ശ്രമിക്കുക. കൃഷ്ണകുമാറിന് വട്ടിയൂർക്കാവ് മണ്ഡലം കൊടുക്കുക. കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. അവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകളിൽ മുഴുവൻ സജീവ സാന്നിധ്യമാണ്. ഈ അടിയൊഴുക്കുകൾ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. അത് തിരിച്ചു പിടിക്കാനായിട്ടാണ് മുരളീധരൻ രംഗത്ത് വരുന്നത്. മണ്ഡലം നിലനിർത്താനാണ് പ്രശാന്തിനെ ഇറക്കുന്നത്. അങ്ങനെ BJP അത് പിടിച്ചെടുക്കും എന്നുള്ള മട്ടിൽ തന്നെ രംഗത്ത് നിൽക്കുകയാണ്. അങ്ങനെ അതൊരു സ്റ്റാർ മണ്ഡലമായി മാറുകയാണ്. എന്തായാലും ജനുവരി 2ാം വാരത്തോടുകൂടി BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഇങ്ങനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ വേണ്ട രീതിയിലുള്ള സമയം കിട്ടുകയാണ്. ആ സമയം കൊണ്ട് കൃഷ്ണകുമാറിന് ഇവിടെ ഇനിയും നല്ല മൈലേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ തിരുവനന്തപുരത്തെ ഒരേ ക്ലാസ് ഉള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. നല്ല നായന്മാര് ഉള്ള മണ്ഡലം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് BJP നല്ല കോർപ്പറേഷൻ വാർഡുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ നിയമസഭാ മണ്ഡലമാണ്. കൃഷ്ണകുമാറിന് അനുയോജ്യമായിട്ടുള്ള മണ്ഡലം തന്നെയാണ്. ശ്രീലേഖയ്ക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകുക, കൃഷ്ണകുമാറിനെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുക. അങ്ങനെ വട്ടിയൂർക്കാവ് 2026 കേരള നിയമസഭയിൽ BJP എത്തിക്കണം. അതിന് കൃഷ്ണകുമാറിനെ തന്നെ രംഗത്തിറക്കുക.